പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവ്യാനിയുടെ ആരോഗ്യം പൂർണ്ണമായി മെച്ചപ്പെട്ട ശേഷം അനന്തപുരിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നയനിയാണ് ദേവ്യാനിക്ക് കരൾ കൊടുത്തതെന്ന് ഒരിക്കലും ദേവ്യാനി അറിയരുതെന്ന് നയനയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ആ കാര്യം ദേവ്യാനി അറിയുന്നുമില്ല. ഈ തക്കം നോക്കി ജലജയും ജാനകിയും അനാമികയും ദേവ്യാനിയുടെ നയനിയുടെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഏട്ടത്തി ഹോസ്പിറ്റലിലായ സമയത്ത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ആ നയന ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. മാത്രമല്ല ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഏട്ടത്തിയെ നോക്കേണ്ടി വരുമെന്ന് കരുതി ആ നയന അവളുടെ വീട്ടിലേക്ക് പോയി. ഇവിടെയുള്ളവരെല്ലാം പൊട്ടന്മാരല്ലേ? ആ നയനയെ ഇവിടെ എല്ലാവരും തലയിലേറ്റി നടക്കുകയല്ലേ? ഏട്ടത്തി ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരുന്നോ? ദേവയാനിക്കാണെങ്കിൽ ജലജിയുടെ വാക്കുകൾ കേട്ട് നയനയുടെ അരിശം കൂടിക്കൂടി വരികയാണ്. അങ്ങനെ നയനിയാണ് ദേവയാനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. നീ എന്തിനാണ് ഇങ്ങനെ ജോലികൾ ചെയ്യുന്നത്? നീയും അമ്മയെ പോലെ തന്നെയല്ലേ? ഈ സമയത്ത് നിനക്ക് റെസ്റ്റാണ് ആവശ്യം, അതുകൊണ്ട് നീ റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം, എല്ലാം നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഇവിടെ ഞങ്ങളെല്ലാവരും ഇല്ലേ, നീ അതൊന്നും ചെയ്യേണ്ട എന്നൊക്കെ ആദർശ് പറയുന്നുണ്ടെങ്കിലും നയന അതൊന്നും വകവയ്ക്കുന്നില്ല. നയന ദേവ്യാനിക്ക് ആഹാരം കൊണ്ടുപോകുന്നതും പരിചരിക്കുന്നതും ദേവ്യാനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമാവുന്നില്ല. അങ്ങനെ ദേവ്യാനി ഓരോ നിമിഷവും നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ജയൻ പറയുന്നുണ്ട്, നയനെ മോളെ, ഞാനൊരു കാര്യം പറയാം, മോളത് അനുസരിക്കണം. മോൾ എന്നെ സ്വന്തം അച്ഛനായിട്ടാണ് കാണുന്നതെങ്കിൽ അച്ഛൻ പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ പറയുകയാണ്. ഇനി മുതൽ ദേവ്യാനിക്ക് മോൾ ഒരു ഹെൽപ്പും ചെയ്യേണ്ട. ദേവ്യാനി ഇത്രയും മോശമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അവളുടെ മരുമകൾ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുത്തിയില്ലേ, അവളോ അത് മറ്റാരും വേണമെങ്കിലും അവൾക്ക് ചെയ്തു കൊടുത്തോട്ടെ. എന്നാൽ മോൾ ഒരിക്കലും ഈ ദേവ്യാനിക്ക് ഒരു ഹെൽപ്പും ചെയ്യരുത്. മോൾക്ക് സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ട് മോൾക്ക് റെസ്റ്റ് വേണം. ഇവൾക്ക് എന്തിനാ റെസ്റ്റ്? ഇവൾ ഇവിടുത്തെ വേലക്കാരിയല്ലേ, ഇവൾക്ക് എന്താണ് അസുഖം എന്നൊക്കെ ദേവ്യാനി ചോദിക്കുകയാണ്. മോൾക്ക് ശരീരത്തിന് നല്ല ക്ഷീണവും തളർച്ചയും ഉണ്ടെന്ന് മോൾ പറഞ്ഞിരുന്നു എന്നൊക്കെ ജയൻ പറയുകയാണ്. അവൾക്ക് ശരീരത്തിന് ഒരു ക്ഷീണവുമില്ല, അത് അവളുടെ പണിയെടുക്കാനുള്ള അടവാണ് എന്നൊക്കെ പറയുകയാണ് ദേവയാനി. വൈകിൽ കിടക്ക് ദേവയാനി, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ജയന്റെ വാക്കുകൾ ധിക്കരിക്കാൻ കഴിയാതെ നയന ദേവയാനിയെ പരിചരിക്കാൻ വേണ്ടി പിന്നീട് അങ്ങോട്ട് പോകുന്നില്ല. അതേസമയം അനാമികയാണെങ്കിലും നയനിയെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ ദേവയാനിക്ക് ഒരു ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നില്ല. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ദേവ്യാനിയുടെ അസുഖം പൂർണ്ണമായും ഭേദമാവുകയാണ്. സമയത്ത് ദേവ്യാനി നയനയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ദേവ്യാനി പൂർണ്ണമായിട്ടും ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അസുഖങ്ങളെല്ലാം ഭേദമാകുന്നുണ്ട് ദേവ്യാനിക്ക്. അങ്ങനെ അനന്തപുരി എല്ലാവരും കൂടി ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ദേവ്യാനി പറയുന്നുണ്ട്, എന്നാൽ ആ നയന സ്വന്തം ചേച്ചിയെ കൊല്ലാനാണ് നോക്കിയത്. പക്ഷെ എന്നെ കൊണ്ട് ആ പാല് ഈശ്വരൻ കുടിപ്പിച്ചത് എന്തിനു വേണ്ടിയാണാവോ, അതെനിക്ക് അറിയില്ല. ആ സമയത്ത് ഞാൻ തീരേണ്ടതായിരുന്നു, എങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ്. അവളുടെ ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞും എല്ലാം പോയേനെ. എന്ത് ദുഷ്ട മനസ്സാണ് ആ നയനയ്ക്ക്. ആ നയന എല്ലാവരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞിരിക്കുകയാണ്. അതിവിടെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ദേവയാനി പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവയാനി നീ ഒന്ന് അടങ്ങ്. നയനെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാത്തിനും നീ നയനെ കുറ്റപ്പെടുത്താൻ നോക്കരുത്. എന്തായാലും ഇതിൻ്റെ പിന്നിലെ കള്ളത്തര ഒരു ദിവസം തെളിയും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ആദർശം പറയുന്നുണ്ട്, അതെ, ഇതിന് പിന്നിലുള്ള കള്ളത്തര എന്തായാലും തെളിയിക്കണം. അമ്മ ഇത്രയൊക്കെ നയനെ കുറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് ഇതിന് പിന്നിൽ ആരാണ് കളിച്ചതെന്ന് എന്തായാലും അറിയണം. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് SI, പുള്ളിയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയണം. എന്തായാലും കേസുമായി മുന്നോട്ട് പോകണം. SI ഇവിടെ വന്ന് അന്വേഷിക്കും. ഒക്കെ കേൾക്കുമ്പോൾ അനാമികയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അഭിയാണെങ്കിൽ കള്ള നോട്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ്. ജലജയ്ക്കാണെങ്കിൽ ഒരു ഭാവവ്യത്യാസവും ഇല്ല. ജലജ പറയുകയാണ്, ഇത് ഇത്ര തെളിയിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു? എല്ലാവർക്കും അറിയാം ആരാ ചെയ്തതെന്ന്. അതുകൊണ്ട് തന്നെ ഇത് ഇത്ര പോലീസ് കേസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടുത്തെ അടുക്കള ഭരണം മുഴുവൻ ഇവിടുത്തെ മൂത്ത മരുമകളാണ്. ആ മൂത്ത മരുമകൾ തന്നെയാണ് പാല് കാച്ചി വെച്ചതും. ആ സമയത്ത് അവിടെ പോയി പാലിൽ വിഷം കലക്കാൻ ആർക്കും അത്ര ധൈര്യമില്ല എന്നൊക്കെ പറയുകയാണ് ജലജ. അത് കേൾക്കാൻ മുത്തശ്ശനാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. ജലജെ, ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞു, ആരെയും തെളിവുകളില്ലാതെ ഇങ്ങനെ കുറ്റക്കാരാക്കരുത്. ഇപ്പോൾ പാല് കാച്ചി വെച്ചിട്ട് അവിടെ നിന്ന് പോയതാണ്. ആ സമയത്ത് ആർക്ക് വേണമെങ്കിലും വിഷം കലക്കാവുന്നതേ ഉള്ളൂ, ഈ പറഞ്ഞ നിനക്ക് പോലും. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കേ. ആദർശ് പറഞ്ഞല്ലോ പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും പോലീസുകാർ ഇങ്ങോട്ട് വരട്ടെ, കേസ് തെളിയിക്കട്ടെ. പോലീസുകാർ ഈ വീട്ടിലേക്ക് കയറി അനന്തപുരി തറവാടിൻ്റെ മാനം കളയേണ്ട എന്ന് കരുതി ഒഴിവാക്കും തോറും ഈ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. അതുകൊണ്ട് ഇനിയും അത് സഹിക്കാൻ കഴിയില്ല. ഒരാളുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിന് പിന്നിൽ എന്താണ് നടന്നതെന്ന് അറിഞ്ഞേ പറ്റൂ. മുത്തശ്ശൻ്റെ വാക്കുകൾ കേട്ട് അങ്ങനെ വിറച്ചു നിൽക്കുകയാണ് അനാമിക. അനാമികയാണെങ്കിൽ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോവുകയാണ്. ഇതൊക്കെ നവ്യ നയനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കാണിക്കുന്നത് ദേവയാനിയെയാണ്. ദേവയാനി പറയുകയാണ്, അച്ഛ എന്തൊക്കെ പറഞ്ഞാലും ശരി, പാലിൽ വിഷം കലക്കിയത് നയനിയാണെന്ന കാര്യം എനിക്ക് ബോധ്യമുണ്ട്. അച്ഛൻ ഇവിടെയുള്ള ആണുങ്ങളെല്ലാം ആ നയനെ തലയിലേറ്റി നടക്കുകയാണ്.
അതുകൊണ്ട് അവളൊന്നും ചെയ്തില്ല എന്ന് എനിക്ക് ആരും പറഞ്ഞു തരണ്ട. അതെനിക്ക് 100% വിശ്വാസമാണ്. പോലീസ് വന്നാൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. ജയ് മുത്തശ്ശനോട് പറയുകയാണ്, എന്തൊക്കെ വന്നാലും ദേവയാനിയുടെ മനസ്സ് മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് അച്ഛൻ അവൾ പറഞ്ഞതൊന്നും കാര്യമാക്കേണ്ട. അതുകൊണ്ട് പോലീസുകാർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വരട്ടെ. ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മോളാണ് ചെയ്തതെന്ന്. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കണം. ആ കൊച്ചിനിങ്ങനെ പഴി ചാരുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് തെളിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ ജയനും പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് കേസ് ആയപ്പോൾ അനാമികയും ജലജയും കൂടി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അവർ തെറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നയനിയാണ് ദേവയാനിക്ക് കരൾ കൊടുത്തതെന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആദർശം ജയനും പറയുന്നുണ്ട്. ആദർശം ജയനും പറയുന്ന കാര്യങ്ങളെല്ലാം ദേവയാനി കേൾക്കുകയാണ്. എല്ലാം കേട്ട ദേവയാനി ആകെ ഞെട്ടിത്തെരിക്കുന്നുണ്ട്. നയനിയാണ് കരൾ കൊടുത്തതെന്നും അങ്ങനെ എല്ലാ വിവരങ്ങളും ദേവയാനി അറിയുകയാണ്. അതുകൊണ്ട് ആ കാര്യം ആരെയും അറിയിക്കേണ്ട, ദേവയാനി പോലും അറിയിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അവൾ അവളുടെ വീട്ടിൽ പോയി നിന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവൾ റെസ്റ്റ് എടുക്കാൻ പോയതാണ്, അല്ലാതെ സുഖവാസത്തിന് പോയതല്ല. മുത്തശ്ശനോടും മുത്തശ്ശിയോടും കാര്യങ്ങളെല്ലാം ആദർശ് പറയുന്നുണ്ട്. മുത്തശ്ശി ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആദർശിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേവയാനിയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ദേവയാനി ഓടിപ്പോയി ആദർശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ദേവയാനി നയനയുടെ നന്മ അങ്ങനെ മനസ്സിലാക്കുകയാണ്. അമ്മ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് തരില്ലേ? എനിക്ക് അറിയില്ലായിരുന്നു, എന്നോട് ആരും പറഞ്ഞില്ലായിരുന്നു, ഏതോ മാനസികാവസ്ഥയിലായിരുന്നു, നിങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കില്ലേ എന്നൊക്കെ പറയുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നയനമോളാണ്. അവളുടെ കാല് കഴുകി വെള്ളം കുടിച്ചാൽ അതൊന്നും മതിയാകില്ല ദേവയാനി. അതുകൊണ്ട് അവളുടെ കാല് പിടിച്ച് നീ മാപ്പ് പറയണം. മുത്തശ്ശൻ്റെ വാക്കുകൾ കേട്ട് ദേവയാനി പൊട്ടി പൊട്ടി കരയുകയാണ്. അങ്ങനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്.